നമസ്കാരം. ചാണ്ടി ഉമ്മൻ അങ്ങനെ സ്റ്റാറായി മാറുകയാണ്. ചാണ്ടി ഉമ്മൻ പക്ക ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ നിന്നും അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഒരു മാതൃകയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഇടപെടുന്നത്? എല്ലാത്തിനകത്തും അത് ഉമ്മൻചാണ്ടി എന്ന മഹാനായിട്ടുള്ള തൻ്റെ പിതാവിൻ്റെ അതേ രീതിയിൽ ആ ഒരു മാതൃക തന്നെയാണ് ചാണ്ടി ഉമ്മനെ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ഓരോ നിമിഷവും എണ്ണിയാണ് നിമിഷപ്രിയയുടെ കുടുംബവും കഴിയുന്നത്. യമൻ പൗരനെ വധിച്ച കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ട് അവസാന നിമിഷം വരെ നമ്മുടെ നാട് പോരാടുകയാണ്. അവസാനം ഇതാ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് ഒടുവിലെത്തിയത്. അതിനാകട്ടെ ഏറ്റവും മുന്നിൽ നിന്നത് ചാണ്ടി ഉമ്മനാണെന്ന വാർത്ത കൂടി ഇപ്പോൾ വരികയാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള കഠിനാധ്വാനമാണ് ഈ ഒരു വിധി മരവിപ്പിക്കൽ വരെ എത്തി നിൽക്കുന്നത്. മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടി തുടങ്ങിവെച്ച പോരാട്ടം ചാണ്ടി ഉമ്മൻ ഏറ്റെടുക്കുകയായിരുന്നു. മാത്രമല്ല, നിമിഷപ്രിയയ്ക്കായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാവരും തന്നെ ഒരേപോലെ പ്രയത്നിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് കാന്തപുരത്തിൻ്റെ ഇടപെടലും പ്രധാനമായിട്ട് മാറുകയുണ്ടായി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള അനൗദ്യോഗിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൽ ഈ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള അനൗദ്യോഗിക ചർച്ചകൾ കഴിഞ്ഞ ദിവസം യമനിൽ ആരംഭിച്ചത്. ഗോത്ര നേതാക്കളും തലാലിൻ്റെ ബന്ധുക്കളും നിയമസമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളും ചർച്ചയിൽ പങ്കാളികളായിരുന്നു. സൂഫി പണ്ഡിതനും അതോടൊപ്പം തന്നെ ഉന്നതതല സംഘവും തലാലിൻ്റെ ജന്മനാടായിട്ടുള്ള ഉത്തര യമനിലെ ദമാറിലാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. ഉത്തര യമനിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ ഒരു വിഷയമായിരുന്നു തലാലിൻ്റെ കൊലപാതകം. ഈ ഒരു സാഹചര്യത്തിൽ തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കാന്തപുരത്തിൻ്റെ നിർണായക ഇടപെടലോടെ കുടുംബവുമായി സംസാരിക്കുവാൻ സാധിച്ചു എന്നതാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള നീക്കങ്ങളിൽ നിർണായകമായിട്ട് മാറിയത്. കേന്ദ്ര സർക്കാരിന് പോലും ഇടപെടാനായിട്ട് പരിമിതി ഉണ്ടായിരുന്ന വിഷയത്തിലായിരുന്നു കാന്തപുരം ഇടപെട്ട് അനൗദ്യോഗിക ചർച്ചകൾക്കുള്ള സാധ്യത തുറന്നു കൊടുത്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയത്. യമൻ ഭരണകൂടവുമായി കാന്തപുരം ചർച്ച നടത്തിയെന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. യമൻ പൗരൻ്റെ ബന്ധുക്കളുമായിട്ടും ആശയവിനിമയം നടന്നതായിട്ടും വിവരങ്ങളുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് യമനിൽ അടിയന്തര യോഗം വിളിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂൺ 16 നടപ്പിലാക്കാനായിരുന്നു തീരുമാനം. ഈ നിമിഷത്തിൽ അത്ഭുതമായിട്ടുള്ള ഇടപെടൽ നടത്തിയ കാന്തപുരം വിഭാഗത്തോട് നന്ദി പറയുകയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. ദിയാദനം സംബന്ധിച്ച ചോദ്യത്തിന് കൂടിയാലോചനകൾ നടക്കുന്നുണ്ടെന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ. കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കരസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശി ടോമിയെ വിവാഹം കഴിച്ച ശേഷം 2012 നിമിഷപ്രിയയും ടോമിയും കുഞ്ഞും ചേർന്ന് യമനിലേക്ക് പോയത്. നാട്ടിൽ നേഴ്സായിരുന്ന നിമിഷപ്രിയ അവിടെയും അതേ ജോലി തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ടോമി ആകട്ടെ ഒരു സ്വകാര്യ കമ്പനിയിലും ജോലി ചെയ്തു. അതിനിടയിലാണ് ഇവർ തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ പൗരനെ പരിചയപ്പെടുന്നത്. കച്ചവട പങ്കാളിത്തത്തിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചു. യമനിൽ ആ നാട്ടിലെ തന്നെ ഒരാളുടെ സഹായമില്ലാതെ ക്ലിനിക്ക് തുടങ്ങാനായിട്ട് നിർവാഹമില്ലാത്തതുകൊണ്ടാണ് തലാലിൻ്റെ സഹായം അവർ തേടിയത്. ക്ലിനിക്ക് തുടങ്ങിയതിന് ശേഷം നിമിഷപ്രിയ തൻ്റെ ഭാര്യയാണെന്ന് തലാൽ എല്ലാവരെയും വിശ്വസിപ്പിക്കുകയായിരുന്നു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും പിന്നീട് അത് വെച്ച് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തുകയും ചെയ്തു. പങ്കാളിത്തത്തിൽ തുടങ്ങിയ ക്ലിനിക്കിൻ്റെ വരുമാനം മുഴുവനായും തലാൽ സ്വന്തമാക്കാൻ തുടങ്ങി. നിമിഷയുടെ പാസ്പോർട്ട് തട്ടിയെടുക്കുകയും അവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണം വിൽക്കുകയും ചെയ്തു. സഹിക്കാൻ വയ്യ എന്ന ഘട്ടത്തിൽ നിമിഷപ്രിയ അധികൃതർക്ക് പരാതി നൽകി. ഇതോടെ തലാൽ ശാരീരികപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ആരംഭിച്ചു. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലായിരുന്നു താൻ തലാലിനെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ കേസാണ് ഇപ്പോൾ വഴിത്തിരിവിൽ വന്നു നിൽക്കുന്നത്.